ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ടോപ്പിൽ നിന്നും കൃത്യമായി അളവെടുക്കാമെന്ന് കണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ എടുത്ത അളവ് എങ്ങനെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്കൊരു കുർത്തി തയ്ക്കുക എന്നുള്ളതാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 40 അതായത് 39 + 1.5 40 നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തയ്യൽത്തുമ്പോൾ എല്ലാം ചേർത്തിട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് 40 എടുത്താൽ മതി. അപ്പം നമുക്ക് ഇവിടെ എനിക്ക് ഒരു 4 ഇഞ്ച്, ഞാനൊരു 2.25 ഇഞ്ചിൻ്റെ പീസാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഒരു ഇത്രയും പീസ് ഇവിടെ ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ 40 നേരെ താഴോട്ട് കൊണ്ടുവരുവാണ്. നമ്മൾ മുകളിൽ 40 മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഷോൾഡറാണ്. അപ്പോൾ ഷോൾഡർ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 14 നമ്മുടെ ഷോൾഡർ. അപ്പോൾ 14 ആവുമ്പോൾ 14 / 2 ആണ്. അപ്പോൾ നമുക്ക് 7 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോൾഡർ കേട്ടോ. അതായത് നമ്മൾ ടോട്ടൽ എടുത്ത ഷോൾഡറിൽ നിന്ന് / 2 ചെയ്തു. അപ്പോൾ 7 കേട്ടോ. അപ്പോൾ നമുക്ക് 7 മാർക്ക് ചെയ്യാം. 7 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലൈൻ നമുക്കിനി അങ്ങ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കഴുത്തകലമാണ് വേണ്ടത്. കഴുത്തകലം ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഞാനിവിടെ ഇങ്ങനെ ഷോൾഡർ 7 അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഷോൾഡർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കഴുത്തകലം എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത അളവെടുത്ത ടോപ്പ് ഇടുക. അതിനുശേഷം നമ്മൾ ഷോൾഡറിൽ ഇങ്ങനെ പിടിക്കുക കറക്റ്റായിട്ട്. എന്നിട്ട് നമ്മൾ ഈ സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ നമ്മുടെ ഈ സ്ലീവ് ജോയിൻ ചെയ്തേക്കുന്നവരെ എത്രയാണെന്ന് നോക്കുക. ഇതിപ്പോൾ 3.25 വരുന്നത്. അപ്പോൾ ഈ സൈഡിൽ തയ്യൽത്തുമ്പ് 4 ഇഞ്ചും ഈ സൈഡിൽ നമ്മൾ നെക്കടിച്ച് പോകുന്നതും കൂടി ചേർത്തിട്ട് 3.25 വരും. അതായത് തയ്യൽത്തുമ്പും രണ്ട് സൈഡിലുള്ള തയ്യൽത്തുമ്പും 4 ഇഞ്ച് വെച്ച് രണ്ട് സൈഡിലും തയ്യൽത്തുമ്പ് കൊടുക്കണം. അതിന് ശേഷം കിട്ടുന്നതാണ്. അപ്പോൾ ഇത് 3.25 ആവുമ്പോൾ ഇത് 3.25 വരുന്നത്. ഇത് 3.25 വരുമ്പോൾ തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് നമുക്ക് 3.25 കിട്ടും കേട്ടോ. അപ്പോൾ തയ്യൽത്തുമ്പ് ഇച്ചിരി കൂടുതൽ ഇടണമെന്നുള്ളൊരു പോയിൻ്റൊക്കെ കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 എടുക്കാം. നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 3.25 മാർക്ക് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ തയ്യൽത്തുമ്പ് ഇച്ചിരി കൂടുതലിട്ടാണ് നിങ്ങൾ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ തയ്യൽത്തുമ്പ് 4 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. അതിൽ കൂടുതലൊന്നും തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ 4 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂടുതലിടാം. തയ്യൽത്തുമ്പ് കൂടുതൽ പോകുമ്പോൾ സമയത്ത് നമ്മുടെ ഷോൾഡറിനും അതേപോലെ തന്നെ നമ്മൾ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ പിടിക്കും കേട്ടോ. അതുപോലെ ഞാനിപ്പോൾ 7 ഇഞ്ച് എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നെക്ക് വളരെ ചെറിയ നെക്കുകളാണ്. അതുകൊണ്ടാണ് ഞാൻ 7 ഇഞ്ച് എടുത്തത്. നെക്കിൻ്റെ വിഡ്ത്ത് എത്ര കൂടുന്നോ, നെക്കിൻ്റെ ഇറക്കം എത്ര കൂടുന്നോ, നെക്കിൻ്റെ അകലം എത്ര കൂടുന്നോ അതനുസരിച്ച് നമ്മുടെ ഷോൾഡർ കുറയും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുകയാണ്. നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചാണ് വരുന്നത്. അപ്പം ഞാൻ ഫ്രണ്ട് നെക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്തു. കാരണം നമ്മൾ ഓൾറെഡി അതെല്ലാം തയ്യൽത്തുമ്പും കൂടി ചേർത്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാനിവിടെ ഒരു വീനെക്കാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ നെക്ക് വീനെക്ക് വരച്ചു കൊടുത്തു. എൻ്റെ ബാക്കിലെ നെക്കിൻ്റെ അളവ് എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ 2 മാർക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അതറിയത്തില്ല, ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ തന്നെ ഞാൻ ഇങ്ങനെ അങ്ങ് വരയ്ക്കും കേട്ടോ. ഇപ്പോൾ 2 ഇഞ്ച് നെക്ക് ഞാൻ ഇങ്ങനെ അങ്ങ് വരച്ചെടുക്കും. അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇവിടെ നിന്ന് 2 ഇഞ്ച് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം അതിൽ നിന്ന് ഇങ്ങനെ ചരിച്ച് നമ്മൾ റൗണ്ടായിട്ട് വരച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയാണ്. അപ്പം നെക്ക് കിട്ടി നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആം ഹോളാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 6 ഇഞ്ച്. അപ്പം നേരെ ഇവിടെ പിടിക്കുക, 6 ഇഞ്ച് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഷോൾഡർ നമ്മൾ ചരിച്ച് കട്ട് ചെയ്തിട്ടില്ല. ഷോൾഡർ 1/2 ഇഞ്ച് ചരിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ആ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ 6 ഇഞ്ച് എടുക്കണം കേട്ടോ. അപ്പോൾ അതല്ലാതെ നമ്മൾ 6 ഇഞ്ച് എടുക്കുമ്പോൾ കണ്ടോ ഇവിടെയാണ് വരുന്നത്. ആ ഷോൾഡർ പോയതിന് ശേഷം ഒരു 6 ഇഞ്ച് എടുക്കുമ്പോൾ നമുക്കിവിടെ വരും. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വണ്ണമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ലൂസ് മാർക്ക് ചെയ്തിട്ടുണ്ട് 20. നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷൻ വരുന്നത് 20 ആണ്. അപ്പോൾ 20 / 2 ആണ്. അപ്പോൾ 10.25 വരും. അതിൻ്റെ കൂടെ ആട്ടെ ഈ 1.5 മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ പ്ലസ് ഇടുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്ത് പോകരുത്. കാരണം 1.5 എന്ന് പറയുന്നത് നമ്മുടെ തയ്യൽത്തുമ്പാണ്. അത് നമ്മൾ ഈ 10.25 കൂടെ വേണം 1.5 മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ പോർഷനിൽ നമ്മൾ 10.25 മാർക്ക് ചെയ്തു. ഇതിൻ്റെ കൂടെ വേണം നമ്മൾ 1.5 ആഡ് ചെയ്യാനായിട്ട്. ഇനി എൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് 14 ആണ്. 14 മാർക്ക് ചെയ്ത് കൊടുത്തു. അതായത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വേസ്റ്റ് കണ്ടോ. അതിപ്പോൾ അവിടെ വരുന്ന വണ്ണം എന്ന് പറയുന്നത് 17.5 ആണ്. അപ്പോൾ നമ്മൾ 17.5 / 2 ചെയ്യണം. 8.25 കിട്ടും. ഇതിൻ്റെ കൂടെ നമ്മൾ വീണ്ടും
നമ്മുടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം 1.5. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഹൈറ്റ് കൂടിയവർക്കാണെങ്കിൽ കൂടുതൽ എടുത്തോണം കേട്ടോ. അപ്പോൾ 8.25 പ്ലസ് 1.5 മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് സ്ലിറ്റാണ്. അപ്പോൾ സ്ലിറ്റിൻ്റെ ലൂസ് എന്ന് പറയുന്നത് നമുക്ക് 20.5 അപ്പോൾ വീണ്ടും 20.5 ഡിവൈഡ് ബൈ 2 10.25 പ്ലസ് 1.5 അല്ല 1 സ്ലിറ്റ് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ്. ഒരുപാട് പീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഫിനിഷിംഗ് ആയിട്ട് കിട്ടത്തില്ല കേട്ടോ. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ വണ്ണം നമ്മൾ എടുത്തു, കാരണം സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 19.5 എൻ്റെ സ്ലിറ്റ് സ്റ്റാർട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ പിടിക്കുക, നേരെ താഴോട്ട് വരിക, 19.5 മാർക്ക് ചെയ്യുക, 10.25 പ്ലസ് 1 കണ്ടോ. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആം ഹോൾ വരച്ചിട്ടില്ല, നമ്മൾ ഷോൾഡർ ചരിച്ച് വരച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഷോൾഡർ ഒന്ന് അറേഞ്ച് ചരിച്ച് വരച്ച് കൊടുക്കാം. എല്ലാം ഞാൻ മാർക്ക് ചെയ്ത് പോവുക ചെയ്തത്. നമ്മൾ ഷോൾഡർ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കാം. ഈ ചരിവ് വേണം കേട്ടോ. ഈ ചരിവ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നെക്കൊന്നും കറക്റ്റായിട്ട് നിൽക്കത്തില്ല. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹോളിൻ്റെ ഇവിടെ കറക്റ്റായിട്ട് ഒരു സ്ക്വയർ വരച്ച് കൊടുക്കുക. ഷോൾഡർ എന്ന് പറയുന്നത് 7 നമ്മൾ എടുത്തത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ വരുന്നതും ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊന്നും പോകരുത്. നമ്മളത് കറക്റ്റായിട്ട് 7 ഇഞ്ച് വരയ്ക്കുക ഇവിടെ. അതിനുശേഷം നമ്മൾ വരച്ച് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന അതിനകത്തോട്ട് ഒരു കണ്ടോ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കൈക്കുഴി വരയ്ക്കുക. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് കൈക്കുഴി ആണെങ്കിൽ ഒരു ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിങ്ങനെ ആ 1 ഇഞ്ചിൽ കൂടി ഇങ്ങനെ അങ്ങ് വരച്ചെടുക്കും. ഇത് കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബാക്ക് വരയ്ക്കുമ്പോൾ 1 ഇഞ്ചും വരയ്ക്കണം. ഫ്രണ്ട് എടുക്കുമ്പോൾ നമ്മളൊരു 3/4 ഇഞ്ച് കൊടുക്കണം. 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അങ്ങ് വരയ്ക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടോപ്പിൽ നിന്ന് അളവെടുത്തപ്പോൾ കാണിക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ സ്ലിറ്റ് താഴെ പോർഷനിൽ എത്ര വരും എന്നുള്ളത് ഞാനത് വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരുന്നതിൻ്റെ നമ്മുടെ ഈ സ്ലിറ്റിൻ്റെ ഇവിടെ എത്രയാണോ വരുന്നത്, ഇവിടെ 10.25 വരുന്നത്, ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ടിട്ടാണ് ഞാൻ താഴെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയർ എത്ര കൂടുതൽ വേണം അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ചിലവർക്ക് ഇതിങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇതിവിടെ കുറച്ച് ഫ്ലെയർ കൂടുതൽ വേണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളിവിടെ ഫ്ലെയർ കൂട്ടിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 10.25 നമ്മൾ മേളിലെടുത്തത്. അതിൻ്റെ കൂടെ 1 ഇട്ടിട്ട് 11.25. അതിൻ്റെ കൂടെ നമ്മുടെ തയ്യൽ തുമ്പുണ്ട് 12.25. ഇതാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ താഴോട്ട് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ സ്കെയിലൊക്കെ വെച്ചിട്ട് വരയ്ക്കുക കേട്ടോ. കാരണം ഇത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ചോക്കുകൊണ്ട് ഇങ്ങനെ അങ്ങ് വരച്ചിട്ട് അങ്ങ് വെട്ടിയാൽ മതി. കൃത്യമായിട്ട് നമ്മൾ അളവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നെക്കൊന്നും കട്ട് ചെയ്യുന്നില്ല. ഞാൻ നേരെ ഈ ഔട്ട്ലൈൻ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് പോകാം. ഞാൻ നെക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വരച്ചു തന്നതാ. ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ടോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തിട്ടില്ല. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴാട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ട് കട്ട് ചെയ്തത്. ഈ ഡിസൈനുള്ള മെറ്റീരിയൽസ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. കാരണം ഫ്രണ്ടിൽ ഇതേപോലെ നമ്മൾ മടക്കിയിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഡിസൈൻ നിൽക്കുന്നുണ്ടായിരിക്കും, ബാക്കിൽ അത് തലതിരിഞ്ഞായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിസൈൻ നോക്കി വേണം നമ്മൾ കട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെയുള്ള എന്തെങ്കിലും പാറ്റേൺ ആണെങ്കിൽ രണ്ടും രണ്ടായിട്ട് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് ഒറ്റ ഡിസൈൻ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി സ്ലീവ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ആട്ടോ. കഴിഞ്ഞ തവണ ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്ത സമയത്ത് തയ്യൽ തുമ്പിട്ടില്ല. ഞാൻ പഫിൻ്റെയും ലെങ്ത്ത് മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒരാൾ മാത്രമാണ് എനിക്ക് വന്ന് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത്, ലെങ്ത്ത് മാർക്ക് ചെയ്തപ്പോൾ ഞാൻ തയ്യൽ തുമ്പിട്ടില്ല എന്ന് കേട്ടോ. അപ്പോൾ അതെൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കൂടി ഇട്ടിട്ട് വേണം നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന 10 തയ്യൽ തുമ്പിട്ടില്ല കേട്ടോ അതിന്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഞാൻ 11 ഇഞ്ച് എടുത്തിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തു. എൻ്റെ സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 6.25. 6.25 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3.5. ഞാൻ സ്ലീവിൻ്റെ ഓൾറെഡി ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുക കേട്ടോ, നിങ്ങൾ പോയി അത് ഒന്ന് കണ്ടു നോക്കി. ഇനി എനിക്ക് വേണ്ടത്
പഫ് സ്ലീവാണ് വേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ സ്ലീവ് കറക്റ്റായിട്ട് ഞാൻ മാർക്ക് ചെയ്തു. എനിക്ക് പഫ് സ്ലീവാണ് വേണ്ടത്. ഇത് സാധാ സ്ലീവാണ്. അപ്പോൾ ഞാൻ പഫിന് വേണ്ടിയിട്ടുള്ള അളവ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ 3 ഇഞ്ചാണ് എൻ്റെ പഫ് ഞാനൊന്ന് മാർക്ക് ചെയ്തത്. അപ്പോൾ മുകളിലോട്ട് 3 ഇഞ്ച് എടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വേണോ എന്ന് വിചാരിക്കും. ഇതിങ്ങനെ തയ്ച്ച് വരുന്ന സമയത്ത് ഇത്രയും വരത്തില്ല കേട്ടോ, ചെറിയൊരു പഫായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങോട്ടേക്കും 3 ഇഞ്ച് എടുക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി നന്നായിട്ട് പഫ് ഇവിടെ ഇങ്ങനെ നിൽക്കണം. അതിന് വേണ്ടി നിങ്ങൾക്ക് ഇത്രയും പഫ് വേണ്ട, ഒരുപാട് പഫ് വേണ്ട, ചെറുതായിട്ട് മതി എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഒരു 2 ഇഞ്ച് എടുത്താൽ മതി, ചെറിയ പഫാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2.5 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. എനിക്ക് ഇച്ചിരി നന്നായിട്ട് പഫ് വേണം, അതുകൊണ്ട് ഞാൻ ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ 3.5 എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ പഫ് സ്ലീവ് റെഡിയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നോർമൽ സ്ലീവ് വരച്ചിട്ട് അവിടെ നിന്ന് ഞാൻ 3 ഇഞ്ച് മുകളിലോട്ട് എടുത്തു, അകലം ഞാൻ 3 ഇഞ്ച് കൊടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമ്മളിങ്ങനെ ഒന്ന് വരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്രണ്ട് ഒരു ഇച്ചിരി കുഴിച്ച് വെട്ടണം എന്നുണ്ടെങ്കിൽ ഞാനൊരു വേറൊരു ചോക്ക് വെച്ച് വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് മൊത്തത്തിലല്ല, നമ്മൾ ഈ വരച്ച അതേ സെയിം ലൈനിൽ നിന്ന് ഒരു ഇച്ചിരി കുഴിച്ച്, ഒരുപാട് മേളിലോട്ടൊന്നും പോകണ്ട, ഒരു ഇച്ചിരി ഒന്ന് കുഴിച്ചിട്ട് ഉണ്ടോ, സ്വല്പം ഒന്ന് കുഴിച്ചിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് നമുക്ക് കൈ നമ്മൾ കുഴിച്ച് വെട്ടി. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. 1 ഇഞ്ച് നമ്മളിവിടെ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കട്ട് ചെയ്യരുത്. ഇത് കട്ട് ചെയ്യുന്ന സമയത്തൊന്ന് ചരിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതകത്തോട്ട് മടക്കി തയ്ക്കുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനായിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് പോർഷൻ മാത്രം 2 പീസ് എടുക്കുക. ഇത് കണ്ടോ, 2 പീസ്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നല്ല വശമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ 2 പീസും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇവിടെ നല്ല വശമാണെങ്കിൽ ഇവിടെയും നല്ല വശമായിരിക്കണം. ഇത് എടുത്തിട്ട് ഇവിടെ നല്ല വശവും ഇവിടെയും നല്ല വശം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ടിട്ട് ഫ്രണ്ട് കട്ട് ചെയ്യരുത്. അത് കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ആം ഹോളിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ആം ഹോളും ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേഗം അങ്ങ് സുഖമായിട്ട് അടിച്ചിട്ട് പോവാം. ഇത് സെൻറ്ററും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടോപ്പ് കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോഴാട്ടോ നെക്ക് കട്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഞാൻ തയ്ക്കുന്ന ആ ടൈമിലാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ നൈസ് സ്പ്രേയിലാണ് ഞാൻ കട്ട് ചെയ്ത് വയ്ക്കുന്നത്. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി, ബിഗിനേഴ്സിന് വരെ സിമ്പിളായിട്ട് എങ്ങനെ തയ്ക്കാമെന്ന് കാണിക്കുക. നേരെ നമ്മുടെ തയ്ച്ച് വെട്ടി വെച്ചതിൻ്റെ ഒരു പീസ് എടുക്കുക. നമ്മുടെ ഈ പീസ് നമ്മൾ നെക്ക് കട്ട് ചെയ്ത പീസ് എടുക്കുക. അത് നല്ല വശം കമഴ്ത്തി വേണം കേട്ടോ വെക്കാനായിട്ട്. നല്ല വശത്തല്ല ഞാനിപ്പോൾ തയ്ക്കുന്നത്, ചീത്ത വശത്താണ് തയ്ക്കുന്നത് കേട്ടോ. അതിൽ ഒരു 4 ഇഞ്ചിൽ നെക്ക് ഇങ്ങനെ ഇതുപോലെ കറക്റ്റായിട്ട് പയ്യെ അടിച്ചിങ്ങെടുക്കുക കേട്ടോ. ഇപ്പോൾ വീനൊക്കെ ആയതുകൊണ്ട് കറക്റ്റ് അവിടെ സെൻറ്ററിൽ കൊണ്ടുവന്ന് ഞാനിങ്ങനെ കുത്തി നിർത്തിയിട്ട് ജസ്റ്റ് കണ്ടോ നോക്കിക്കോളൂ, ഞാനിങ്ങനെ കുത്തി നിർത്തി പയ്യെ തിരിച്ചെടുക്കുക. ഈ നെക്ക് തയ്ക്കുന്ന സമയത്ത് നമ്മൾ വലിക്കാനോ ചരിക്കാനോ ഒന്നും പാടില്ല കേട്ടോ. അത് കറക്റ്റായിട്ട് നിവർത്തിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ പയ്യെ അടിച്ചെടുത്താൽ മതി. നെക്കിനൊന്ന് വലിക്കുകയോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്കിൻ്റെ ഷേപ്പ് തന്നെ മാറും കേട്ടോ. നമ്മളൊരു വലിഞ്ഞു പോവും, പിന്നെ ആ ഒരു ഫിനിഷിങ് ഉണ്ടാവത്തില്ല. ഇതിപ്പോൾ വീനെക്ക് ആയതുകൊണ്ട് വളരെ സിമ്പിളാണ്. വീനെക്ക്, റൗണ്ട് നെക്ക് എന്താണെങ്കിലും ഇതൊക്കെ സിമ്പിളാണെങ്കിൽ പോലും ഇതൊന്നും വലിഞ്ഞു പോകരുത്. നമ്മൾ സോഫ്റ്റായിട്ട് പിടിച്ച് തന്നെ വേണം നമ്മളിത് തയ്ച്ചെടുക്കാനായിട്ട്. ഇതാ ഇവിടെ നെക്ക് പഠിച്ചെടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ 4 ഇഞ്ച് ഇട്ടിട്ടല്ലേ തയ്ച്ചത്, അതിൻ്റെ അകത്തെ പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം. ആ 4 ഇഞ്ച് ഒഴിച്ചിട്ട് ബാക്കിയുള്ള നമ്മുടെ വേസ്റ്റ് പീസ്, നമ്മൾ താഴെ വെച്ച തുണിയുണ്ടല്ലോ അതിൻ്റെ ആ പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം. ഇത് വീനെക്ക് ആയതുകൊണ്ട് നമ്മൾ സൈഡിലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. റൗണ്ട് നെക്ക് ആണെങ്കിൽ കംപ്ലീറ്റ് നമ്മളിങ്ങനെ ഇതേപോലെ വെട്ടിട്ട് കൊടുക്കണം. എന്നാലേ ആ നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കറങ്ങി വരത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ബാക്കിലിട്ട പീസ് നമ്മൾ ഏത് ഷേപ്പിലാണോ നെക്ക് കട്ട് ചെയ്യുന്നത് അതേ ഷേപ്പിൽ തന്നെ വേണം അകത്തിടുന്ന പീസും കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ വെളിയിൽ വീനെക്ക് കട്ട് ചെയ്തിട്ട് അകത്ത് സ്ക്വയർ, അത് ഭയങ്കര വൃത്തികേടാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ അരികെ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ നെക്ക് അടിക്കാം. അപ്പോൾ മറക്കണ്ട, നമ്മൾ ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്യുന്നത് ആ ഷേപ്പിൽ തന്നെ നിങ്ങൾ വേണം കേട്ടോ അകത്ത് ആ പീസ് കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഞാൻ നേരെ അങ്ങ് പതിച്ചടിക്കുകയാണ്. ഇത് പതിച്ചടിച്ച് കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്ക് കുറച്ചും കൂടി നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും. നമ്മൾ ഇത് പതിച്ചടിക്കാതെ നേരെ പുറത്തെടുത്ത് അടിക്കുകയാണെങ്കിൽ, നെക്കിൻ്റെ പുറത്തുകൂടി അടിക്കുകയാണെങ്കിൽ അത്രയും ഫിനിഷിങ് വരത്തില്ല. ഇപ്പോൾ പതിച്ചടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പുറത്തടിച്ച് കൊടുക്കും. ഇപ്പം ഞാൻ തയ്ച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം കേട്ടോ നെക്ക് കാണാനായിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോണം. കാരണം നമ്മളല്ലാതെ അടിക്കുന്നതും ഇതുപോലെ പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ അടിക്കുന്നതും നെക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് കാണാനായിട്ട്. കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ നേരെ സെയിം തന്നെയാണ് നമ്മൾ ബാക്ക് നെക്ക് അടിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് നീങ്ങിപ്പോകുന്നു അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതേപോലെ ഒരു പിന്ന് കുത്തി കൊടുത്തിരുന്നാൽ മതി കേട്ടോ.
എന്നിട്ട് നമ്മൾ ബാക്ക് നെക്ക് ഞാൻ പറഞ്ഞുള്ള റൗണ്ട് നെക്കാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അത് തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അകത്തുള്ള പീസ് ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഞാൻ നേരത്തെ വി നെക്ക് കട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റൗണ്ട് നെക്ക് ആണെങ്കിൽ കംപ്ലീറ്റ് ഇങ്ങനെ ചെറിയ വെട്ടിട്ട് കൊടുക്കണമെന്ന്. കണ്ടോ ഇതേപോലെ ചെറിയ 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 വെട്ടിട്ട് കൊടുക്കുക. ഫ്രണ്ടിൽ വി നെക്ക് ആയതുകൊണ്ടാണ് ഞാൻ ആ സെൻറ്റർ പോയിന്റ് മാത്രം വെട്ടിയത്. റൗണ്ട് ആണെങ്കിൽ ഇതേപോലെ വെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചിടുമ്പോൾ ഇത്രയും ഒരു ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് നല്ലപോലെ ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടത്തില്ല. നേരത്തെ ചെയ്ത പോലെ തന്നെ റൗണ്ട് നെക്കിൻ്റെ പീസും കറക്റ്റായിട്ട് ബാക്കിൽ വെച്ച പീസാണ് ഞാൻ ഈ കട്ട് ചെയ്യുന്നത് കേട്ടോ. ആ പീസിന് കട്ട് എടുത്തിട്ട് ധാരിക അടിച്ചു കൊടുക്കുവാണ്. ധാരിക അടിച്ചു കൊടുത്തതിന് ശേഷം നേരെ നമ്മൾ പതിച്ചടിക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് അടിച്ചതുപോലെ തിരിച്ചിട്ട് അടിക്കരുത്. കാരണം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ പതിച്ചടിച്ചതിന് ശേഷം ഞാനിപ്പോൾ കാണിക്കും എങ്ങനെയാണ് അത് വെക്കേണ്ടതെന്നുള്ളത്. ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് അങ്ങനെ അങ്ങനെ തന്നെ അത് ജോയിൻ ചെയ്യണം ഷോൾഡർ. അതല്ലാതെ നേരെ എടുത്ത് ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷോൾഡർ ഇങ്ങനെ കവറായി നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭംഗിയും കാണത്തില്ല കേട്ടോ. കണ്ടോ ഇപ്പോൾ അത് അടിച്ചു കഴിഞ്ഞു. നമ്മുടെ ഫ്രണ്ട് അതായത് ബാക്കിൻ്റെ നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് വേണം നമ്മൾ തയ്ക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ മാർക്ക് ചെയ്ത് കാണിച്ചത് നല്ല വശത്തിട്ടിട്ടാട്ടോ മാർക്ക് ചെയ്ത് കാണിച്ചത്. അതുകൊണ്ടാണ് ആ ചോക്കിൻ്റെ പാടൊക്കെ ഇങ്ങനെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്. വേറെ ആർക്കെങ്കിലും തയ്ച്ചു കൊടുക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതാ നല്ല വശവും ഷോൾഡറിൻ്റെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ താഴെ അടിച്ച പീസ് ഉണ്ടല്ലോ അത് ഓപ്പൺ ആയിട്ട് വെക്കണം. അതിനകത്ത് നമ്മുടെ മറ്റേ പീസ് നെക്ക് കറക്റ്റായിട്ട് നിൽക്കും. ഫ്രണ്ടിൻ്റെ നെക്ക് കണ്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മൾ അടിച്ചെടുക്കുക. ഇത് അടിച്ചെടുത്തതിന് ശേഷം രണ്ട് സൈഡും ഇതേപോലെ അടിച്ചെടുക്കുക. 2 തവണ അടിക്കുക കേട്ടോ. എന്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ 2 തവണ തന്നെ സ്റ്റിച്ച് ചെയ്യണം. അത് നിങ്ങൾ മറന്നു പോകരുത്. ഞാനിപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. എന്നിട്ട് കണ്ടോ ദാ ഇതുപോലെ അതങ്ങ് കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്തിട്ട് അവിടെ നല്ലപോലെ ഒന്ന് കെട്ടിട്ടിട്ട് അതിൻ്റെ പുറത്തുകൂടി അടിക്കുക. 2 ഷോൾഡർ നമ്മൾ അതേപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ കവർ ചെയ്ത് കഴിഞ്ഞു, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഷോൾഡറിൻ്റെ. ഇപ്പോൾ അത് തിരിച്ചിടുമ്പോൾ നിങ്ങൾ കാണണം അത് എത്ര ഫിനിഷിംഗ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുള്ളത്. നമ്മളല്ലാതെ ജോയിൻ ചെയ്യുമ്പോൾ നേരെ എടുത്ത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയല്ല ഒരു ഒരു വൃത്തി ഉണ്ടാവത്തില്ല. ആ സ്റ്റിച്ച് ചെയ്തത് കാണാൻ തന്നെ ഒരു ഭംഗി കാണത്തില്ല. കണ്ടോ ഇത് തിരിച്ചിടുമ്പോൾ കണ്ടോ എന്ത് വൃത്തിയായിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് വലിച്ചൊന്ന് കൊടുത്താൽ മതി. അത് നല്ല നല്ല വൃത്തിയായിട്ട് നിൽക്കും കണ്ടോ. ഇനി നമ്മൾ നേരെ ഫ്രണ്ടിൽ നമ്മൾ അടിച്ചല്ലോ നെക്കിൽ. ഞാൻ നെക്കിൽ ഒരടി മാത്രമേ അടിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 2 അടി അടിക്കാം കേട്ടോ. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ അരികിൽ കൂടി ഒരു അടി അടിച്ചിട്ട് ഞാൻ അകത്തുള്ള പീസ് ഹെമ്മിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ചുരിദാർ നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന കാണുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇനി ഹെമ്മിങ് ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ 2 അടി അടിച്ചാൽ മാത്രം മതി. വേറെ യാതൊരു ഇതുമില്ല കേട്ടോ. അപ്പോൾ ദാ നെക്ക് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ? ഞാൻ വളരെ സിമ്പിളായിട്ടാണ് കാണിച്ചു തന്നത്. നമ്മൾ നമ്മുടെ നൈസ് സ്പ്രേ ഒക്കെ വെച്ച് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിച്ചിരിയും കൂടി ബുദ്ധിമുട്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരിച്ചിരിയും കൂടി പണിയുണ്ട് അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ദേ സ്ലീവ് നേരെ മടക്കി അടിക്കുവാണ്. സ്ലീവിനുള്ള നമ്മൾ തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ 1 ഇഞ്ച്. അത് കറക്റ്റായിട്ട് മടക്കി ഞാൻ അടിച്ചു. അത് അടിച്ചതിന് ശേഷം നമ്മുടെ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെട്ടിട്ട് കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ആ വെട്ടിട്ട് കൊടുത്തതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ സ്ലീവ് വെക്കുമ്പോൾ നോക്കിക്കോണം നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയിട്ടുള്ളത് കൊണ്ട് ആ ഫ്രണ്ട് നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനും സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനും ഒരേ ഇത് തന്നെ വരണം. അല്ലാതെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ബാക്കിൽ ഫ്രണ്ടും വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യരുത്. പിന്നെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഷോൾഡർ നല്ലപോലെ പിടിക്കും. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നോക്കിക്കോണം കേട്ടോ. ഇത് പഫ് സ്ലീവ് ആയതുകൊണ്ട് ഞാൻ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ പഫിൻ്റെ പീസ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു. സ്ലീവ് തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കി പഫ് കണ്ടോ. ഈ പഫിൻ്റെയൊക്കെ ഞാൻ ഇതിന് മുന്നേയും ഒരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രസ്സ് ഓൾട്രേഷൻ ചെയ്യുന്നതിനകത്തും ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പഫിൻ്റെ വീഡിയോ വേണമെന്ന് 2, 3 പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പഫ് സ്ലീവിൻ്റെ മാത്രം വീഡിയോ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരെ എൻ്റെ അളവ് നമ്മൾ നേരത്തെ വെട്ടിയപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ആ ലൈനിൽ കൂടി തന്നെ കറക്റ്റായിട്ട് അടിച്ചെടുക്കുക. എന്ത് തയ്ക്കുമ്പോഴും നമ്മൾ 2 തവണ തയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു തവണയല്ല നമ്മൾ എന്ത് തയ്ക്കുകയാണെങ്കിലും ഒരു ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ 2 തവണ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. നേരെ ഞാൻ സ്ലിറ്റ് അടിക്കുകയാണ്. ഈ സ്ലിറ്റ് അടിക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ നമ്മൾ പിടിച്ച് വലിച്ചു കൊടുക്കരുത്.
നമ്മൾ വളരെ സോഫ്റ്റായിട്ട് ആ തുണിയെ ഇങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് പിടിച്ച് വലിക്കുകയോ ഒന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. മുകളിലും താഴെയും ആകെ 1 ഇഞ്ചിൻ്റെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇച്ചിരി ഇച്ചിരി പ്രായമായവർക്കൊക്കെയാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ അവരുടെ ഫ്ലെയർ ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോഴാണ് നമുക്ക് ഈ ഇതടിക്കുമ്പോൾ സ്ലിറ്റ് അടിക്കുമ്പോൾ നമുക്കിങ്ങനെ ചുളിവ് വരുന്നത്. അപ്പോൾ അത് വരുന്നതിനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ പോലും നമ്മൾ വലിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് സ്ലിറ്റ്. അപ്പോൾ സ്ലിറ്റ് അടിക്കുമ്പോൾ എപ്പോഴും ഭയങ്കര സോഫ്റ്റായിട്ട് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വളരെ സോഫ്റ്റായിട്ടല്ലേ എടുക്കുന്നത്. അതുപോലെ തന്നെ വേണം നമ്മളൊരു തുണി തയ്ക്കുമ്പോഴും കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ദാ സ്ലിറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് സ്ലിറ്റിൻ്റെ അരികിൽ കൂടി ഒരു അടിയും കൂടി കൊടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കൈവച്ചിട്ട് എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഇനി എങ്ങാനും നമ്മുടെ ചെറുതായിട്ടെങ്കിലും നമ്മുടെ സ്ലിറ്റ് ഒന്ന് വലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് ബാക്കിൽ നിന്ന് ഒന്നിങ്ങനെ ആ തയ്ച്ച് വരുന്ന ഒന്ന് പുഷ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വലിഞ്ഞു പോയതും കൂടി അവിടെ ആ വലിഞ്ഞു പോയത് പോലും അറിയാൻ പറ്റത്തില്ല. വളരെ നീറ്റായിട്ട് നല്ല ഭംഗിയിൽ സ്ലിറ്റ് വരാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് വലിഞ്ഞൊന്നും പോയില്ല. അതങ്ങനെ ഒരു ശീലമായി പോയി. ഞാനിങ്ങനെ തയ്ച്ച് തയ്ച്ച് തയ്ച്ച്. അപ്പോൾ നേരെ നമ്മുടെ ടോപ്പിൻ്റെ താഴെയും ഞാൻ ദാ മടക്കി അടിച്ചു. അതിൻ്റെ അരികും കൂടി അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞു. നമ്മുടെ ടോപ്പ് റെഡിയായി. കണ്ടോ? ഫുള്ള് ഫുള്ള് ഫിനിഷായിട്ടുണ്ട്. നെക്കൊക്കെ എല്ലാം കഴിഞ്ഞ് എല്ലാം നല്ല ഫിനിഷായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഹെമ്മിങ് ചെയ്യാന്നുള്ളതാട്ടോ. ഞാൻ ദേ നേരെ ഹെമ്മിങ് ചെയ്യുവാണ്. വളരെ ചെറുതായിട്ട് അത് ഹെമ്മിങ് ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു അടി കൊടുത്താൽ പോരെ, ഇതിങ്ങനെ കുത്തിയിരുന്ന് ഹെമ്മിങ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന്. പക്ഷേ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. അടിപൊളിയാട്ടോ. നല്ല കിടിലമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ.